ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. അതെന്താ, സുഭാഷിന് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ അതല്ല, നിങ്ങൾ തമ്മിൽ പഴകുന്നതിന് സമയമായില്ലല്ലോ. ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് സുഭാഷിനെ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇത്രയും വേഗം തീരുമാനിച്ചത്. പിന്നെ ഒരുപാട് അറിയുന്നതിലും പഴകുന്നതിലും അർത്ഥമൊന്നുമില്ല. നിധി എന്നല്ലേ പേര്? ആ, അർത്ഥമില്ല നിധി. എൻ്റെ ആദ്യത്തെ ഒരു ലവ് മാരേജ് ആയിരുന്നു. എന്നിട്ടെന്തായി? പണ്ട് കല്യാണ മണ്ഡപത്തിൽ ആദ്യമായിട്ട് കണ്ടവർ എത്രയോ കാലം ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എക്സാക്ട്ലി ദാറ്റ് എ പോയിന്റ്. ആക്ച്വലി ഇവിടെ വന്നതേ വേറൊരു കാര്യം ചോദിക്കാനാണ്. ഞങ്ങളുടെ ഒരു ആണുങ്ങളുടെ ഫാമിലിയാ, ഞാനും ചേട്ടനും അച്ഛനും അനിയന്മാരും ഒക്കെ കൂടി. അതിൻ്റെ ഇടയിൽ നിധി മാത്രമാണ് സ്ത്രീ. അത് നിങ്ങൾക്ക് പ്രശ്നമാവത്തില്ലല്ലോ? അതെ, ഇത്തരം കാര്യമാ പ്രധാനമായിട്ട് സംസാരിക്കണമെന്ന് കരുതിയത്. എല്ലാവരും മുമ്പ് വെച്ച് ഇതൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ആക്ച്വലി ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് സെക്കൻഡ് മാരേജ് എന്നറിയാലോ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഓപ്ഷൻ കുറവാണെന്ന് അറിയാമല്ലോ. ഡിവോഴ്സ് കഴിഞ്ഞാൽ കല്യാണം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു. അതെനിക്ക് ശരിയാണെന്ന് തോന്നി. അയാൾക്കും വേറെ ആലോചിക്കുന്നുണ്ട്. അയാളെക്കാട്ടിലും ഒരു ദിവസം മുമ്പ് സെറ്റിൽ ആവണമെന്ന് എനിക്കൊരു വാശി. അപ്പോഴാണ് ബ്രോക്കർ ഈ ആലോചന കൊണ്ടുവന്നത്. അങ്ങനെയാണ് സുഭാഷിനെ കണ്ടത്. കണ്ടപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. വേറൊന്നും ഞാൻ ആലോചിച്ചില്ല. ആക്ച്വലി എനിക്കും എൻ്റെ ഹസ്സിനും ഇടയിൽ, എക്സിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വിചാരം അയാളില്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്നാ. പരസ്പരം ഓക്കെ അല്ലെങ്കിൽ പിരിഞ്ഞു പോണോ അല്ലേ? ഡിവോഴ്സ് തരാതെ നോക്കി അവസാനമാ സമ്മതിച്ചത്. അയാളെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് ജീവിതമില്ലെന്നുള്ള തോന്നൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആണെന്ന് വിചാരിക്കേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാ. ഈ കുട്ടിയുടെ ജീവിതം അതോടങ്ങ് തീരുമോ? ഒരിക്കലുമില്ല. ഇവരുടെ വഴി മുന്നോട്ട് പോവും. അങ്ങനെ പുരുഷന്മാര് ചിന്തിക്കാൻ പാടില്ലല്ലോ. എന്നോട് അയാൾ പറയാ ഡിവോഴ്സ് കഴിഞ്ഞാൽ നിനക്ക് കെട്ടാൻ പറ്റത്തില്ലെന്ന്. ഇക്കാലത്ത് ഫസ്റ്റ് മാരേജ് തന്നെ പാടാ, അപ്പൊ സെക്കൻഡ് മാരേജ് നടക്കത്തില്ലെന്ന്. എന്നാ പിന്നെ അയാളെ അതുകൂടി കാണിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അയാളുടെ കൺമുന്നിൽ വെച്ച് എൻ്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ കരുതി. അതും ഡിവോഴ്സ് കിട്ടിയ ഫസ്റ്റ് വീക്കിൽ തന്നെ നടത്തണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ആലോചന വന്നത്. അതുകൊണ്ടാണ് വേഗം നടത്താമെന്ന് വിചാരിച്ചത്. അയാൾ അങ്ങനെ ജയിക്കാൻ പാടില്ലല്ലോ. അയാളെ തോൽപ്പിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. അല്ലാതെ എനിക്ക് കല്യാണത്തിന് വലിയ ഡ്രീമൊന്നും ഇല്ല. ഞാൻ നേരത്തെ കോഫി ഓർഡർ ചെയ്തായിരുന്നു. കോഫി കഴിക്കുമല്ലോ? ആ, ബില്ല് ഞാൻ പേ ചെയ്തതാ. എന്നാ ശരി, ഞാൻ പോട്ടെ. നിധിയെ മനസ്സിലായില്ലേ? അവരുടെ എക്സിനോടുള്ള പ്രതികാരം മാത്രമാണ് ഈ വിവാഹം. അതെ, അയാളുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം. ഈ വിവാഹത്തിലോ സുഭാഷേട്ടനിലോ അവർ വലിയ പ്രത്യേകതയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവരാദ്യം പറഞ്ഞതേ ശരിയാണേ. എന്ത്? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അതിന് വലിയ പഴകിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതേ ഒരു പോയിന്റ് എന്ന രീതിയിൽ ഓക്കെ അല്ലയോ? അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് ആ വിവാഹത്തിനെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടാവും. ഇവർക്കത് ഒട്ടുമില്ല. സുഭാഷേട്ടൻ മനസ്സുകൊണ്ട് സമ്മതിച്ചാന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരിയാണ്, ഇവർക്ക് ഈ കല്യാണം ഒരു റിവഞ്ചാണ്. നിധിയെ, ഇത് ശരിയാവോ? എനിക്കൊരു പിടിയുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളോട് എന്ത് കഴിക്കണമെന്ന് പോലും ചോദിച്ചില്ല. കോഫി ഓർഡർ ചെയ്ത് പോയിരിക്കുന്നു. ഇങ്ങനെ ഒരാൾ സുഭാഷേട്ടന് സെറ്റാവോ? ഇത് സംസാരിക്കേണ്ട അവർ തന്നെയല്ലേ. അവരിന്ന് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി ആ പാസ്റ്റ് ലൈഫിൽ നിന്ന് അല്പം പോലും ഹീലായിട്ടില്ല. അയാളോടുള്ള പകയും ദേഷ്യമാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും. സുഭാഷേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും പഴയ ഭർത്താവും സുഭാഷേട്ടനും തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ നേരിട്ട് കണ്ടെന്ന് പോലും സുഭാഷേട്ടനോട് പറയാൻ പറ്റത്തില്ല. വരട്ടെ, നിശ്ചയം കഴിഞ്ഞാലും കല്യാണത്തിന് സമയം ഉണ്ടാവുമല്ലോ. അതിനുള്ളിൽ അവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാം. ഹരീഷ് ഫോൺ ചെയ്യുന്നു. നീതു ഫോൺ എടുക്കുന്നില്ല. അത് ശരി, എടുക്കാതിരുന്നാൽ വീണ്ടും വിളിക്കത്തില്ല അല്ലേ? നീതു വിളിക്കുന്നു. ഹലോ. ഒരു തവണ ഫോൺ കട്ട് ചെയ്താൽ വീണ്ടും വിളിക്കത്തില്ല അല്ലേ? ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. എന്നെ എന്താ ബോധ്യപ്പെടുത്താൻ വിളിക്കുന്നതാണോ? നീ ഉറങ്ങിയെന്നാ വിചാരിച്ചത്. ഈ നേരത്താണോ ഞാൻ ഉറങ്ങാറുള്ളത്? നിന്നോട് സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറുണ്ടോ? നീതുവിൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട്. ഫോൺ ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ നിനക്ക് ഫോൺ എടുത്തുകൂടായിരുന്നോ? ഞാൻ എടുത്തില്ലെങ്കിൽ എന്താ, നീ തിരിച്ചു വിളിക്കത്തില്ലയോ? എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കണോ? എൻ്റെ നമ്പർ കണ്ടാൽ തിരിച്ചു വിളിക്കുമെന്ന് കരുതി. എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ നീ വീണ്ടും വീണ്ടും വിളിക്കും. അതാണ് സിൻസിയർ ലവ്. നിനക്കതില്ല. കടമ നിർവഹിക്കാൻ വേണ്ടി കോൾ ചെയ്യും. അഥവാ ഞാൻ എടുത്തില്ലെങ്കിൽ ആശ്വാസമാണെന്ന് കരുതി ഉറങ്ങാൻ പോവാണോ വേണ്ടത്? അത് ട്രൂ ലവ് അല്ല ഹരീഷ്. നിനക്ക് വേണ്ടി അടിയും ചീത്തവിളിയും കേട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എന്തൊരു ടോർച്ചറാണെന്ന് അറിയാമോ? സ്വന്തം വീട്ടിലാണോ അതോ ശത്രുക്കളുടെ വീട്ടിലാണോ കഴിയുന്നതെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോഴാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ നീതു, നീ ഒന്ന് നിർത്ത്. ഞാൻ നീയുമായിട്ട് വഴക്കിടാനുള്ള മൂഡിലല്ല. ശരി, സമ്മതിച്ചു. എങ്കിൽ സോറി പറ. എന്തിന്? ഞാൻ സെൽഫിഷാന്ന് പറഞ്ഞില്ലേ, അതിന് സോറി പറ. അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പറ. നീ ചെയ്തത് തെറ്റാ, അത് തന്നെയാ കാരണം. നിനക്ക് എപ്പോഴും നിന്റെ ഭാഗത്തു നിന്നുള്ള ചിന്തയുള്ളൂ. സുഭാഷേട്ടൻ്റെ പ്രശ്നം നീ ചിന്തിച്ചു പോലും നോക്കുന്നില്ല.
എങ്ങനെയെങ്കിലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്തി നമ്മുടെ കല്യാണം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആരെ കെട്ടിയാലും നിനക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞത് നിന്റെ ചേട്ടൻ്റെ നല്ലതിന് വേണ്ടിയാ. നീ വിചാരിച്ച മീനിങ്ങിലല്ല ഞാൻ അത് പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാതെ നീ ഷെൽഫിഷ് എന്ന് പറഞ്ഞേ. അതുകൊണ്ട് സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ. എടി സത്യം പറഞ്ഞാൽ നീ ആ സോറി പറയണ്ടേ. ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുക്കാതിരുന്നിട്ട് എന്താ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞ് മെഡ്കിട്ട് കയറാൻ തുടങ്ങിയതല്ലയോ നീ. ഒന്ന് കേട്ടോ, ഈ ദേഷ്യം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് നല്ലവനാണെന്ന് കരുതി ഉപദേശിക്കാൻ നിൽക്കല്ലേ. നീ എന്താ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ളേ? എന്ന് വെച്ചാൽ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അറിയാം, സാക്രിഫൈസിന്റെ അർത്ഥം അറിയത്തില്ലല്ലേ? അറിയാം. എന്നാ പറ, നീ എനിക്ക് വേണ്ടി എന്താ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളേ? നിനക്ക് എപ്പോഴും നിന്റെ കുടുംബമാണ് വലുത്. എനിക്ക് വേണ്ടി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തൊരു മനുഷ്യനാ നീ. നിർത്തടി. നിന്നോട് സംസാരിക്കുമ്പോഴേ മനുഷ്യന്റെ പിരി ഇളകും. എപ്പോഴെങ്കിലും നീ ആരോടെങ്കിലും വഴക്കിടാതിരുന്നിട്ടുണ്ടോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് അടി ഉണ്ടാക്കി അവന്റെ ഉറക്കം കളയുന്നത് എങ്ങനെയാണെന്നാ നീ പകല് മുഴുവൻ ആലോചിക്കുന്നത്? നീ ദയവേത് ഫോൺ വെക്ക്. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് കലി ഇളകും. അതേടാ, എന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് കലി ഇളകിയതായിട്ട് തോന്നും. നിന്നോട് ഫോൺ വെക്കാനാ പറഞ്ഞേ. നീ വിളിക്കുമെന്ന് കരുതിയേ ഇത്രയും നേരം കാത്തിരുന്ന ഞാനാണ് മണ്ടി. ചെരുപ്പൂരി അടിക്കുക വേണ്ടത് നിന്നെ. പുറത്ത് കിടപ്പില്ല, ആ ചെരുപ്പെടുത്ത് നിന്റെ കവിളി മാറി മാറി അടിക്കുക വേണ്ടേ? നിനക്കാണ് അതിൻ്റെ കുറവ്. അത് ശരി. ഇപ്പോഴും നിനക്ക് സോറി പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ പട്ടി പറയൂ സോറി. വെക്കടി ഫോൺ. വിളിച്ചു നോക്കണോ? വേണ്ട. അവൻ അത്ര വലിയ ഈഗോ ആറ്റിറ്റ്യൂഡും ആണെങ്കിലേ ഞാനും വിളിക്കാൻ പോകുന്നില്ല. ഇതാ നടക്കാൻ പോകുന്നേ. എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അധികം വൈകാതെ നിന്റെ പ്രേമം പൊട്ടാൻ പോവാ. കണ്ടോ നീ? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ ഇടപെടണ്ട. ഞാനായിട്ട് ഇടപെടാതെ നിങ്ങൾ അടിച്ചു പിരിയുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. സന്തോഷമായി, തൃപ്തിയായി. നിന്റെ വാക്കിന് അവൻ പുല്ല് വിലയാ തരുന്നേ അല്ലേ? ഒന്ന് പോടോ, ഒന്ന് ഇറങ്ങിപ്പോ. നിധി, ഇത് വെച്ചോ. നിധിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ട. വാങ്ങിക്കോ. ഓ, അപ്പം ബിസ്ക്കറ്റ് ആയിരിക്കും. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പം നൂഡിൽസ് എടുക്കാം. ആദ്യം ഇതൊക്കെ കൊണ്ട് തിരിച്ചു വെക്ക്. എന്താ മേടിക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇതിപ്പം മിണ്ടിയ ചീത്തയാണല്ലോ. എന്നാലും കിടക്കട്ടെ. സുധീഷേ, എന്താ? നിങ്ങളുടെ അടുത്ത് ഇത് കൊണ്ടുവെക്കാനല്ലേ പറഞ്ഞ്? അതിന് ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോകണോ? കഷ്ടം. നടക്ക്. എക്സ്ക്യൂസ് മീ, എന്താ നോക്കുന്നേ? ക്യാഷ് 100 ഗ്രാമോ 200 ഗ്രാമോ? 200 ഗ്രാം. ദാ, താങ്ക് യു. ദാ ഓൾവേസ് വെൽക്കം. അല്ല, ഇവിടെ സെയിൽസ് ബോയ് ആയിട്ട് ജോലി കിട്ടിയോ? അതെന്താ നിധി? പിന്നെന്താ അത്? അതൊരു സാമൂഹ്യ സഹായം. പിന്നെ പെൺപിള്ളേർക്ക് അണ്ടിപ്പരിപ്പ് എടുത്തു കൊടുക്കുന്നതല്ലേ ഒരു സാമൂഹ്യ സഹായം. ആദ്യം ഇത് തള്ളി നടക്കാൻ നോക്ക്. നിധി നടന്നോളൂ, ഞാൻ പിറകെ വന്നോളാം. അപ്പോൾ ഞാനൊരു മറ്റൊരു പെൺകുട്ടിയോട് മിണ്ടുന്നത് സഹിക്കുന്നില്ല. ഇതാണ് പ്രേമത്തിൻ്റെ തുടക്കം. മോനെ, നിന്റെ വഴി കറക്റ്റാ. എന്താലോചിച്ച് നിൽക്കുക? ദാ വരുന്നു. ഞാൻ പോയോ കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ട് വരാം. പാത്രങ്ങളോ? അതൊക്കെ വീട്ടിലുണ്ടല്ലോ. ഉണ്ട്. ചതഞ്ഞതും പൊട്ടിയതൊക്കെ കുറേ ഉണ്ട്. എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറി നോക്കണം. എന്നാലേ അറിയത്തുള്ളൂ. ആ പാവം സുഭാഷേട്ടൻ കിടന്ന് നരയിക്കാനും നിങ്ങളൊക്കെ ഇരുന്ന് തിന്നാനും. പിന്നെ പല പല പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ നോക്കുന്നുണ്ടല്ലോ. സ്വന്തം വീട്ടിലേക്കുള്ളതൊന്ന് അന്വേഷിച്ചുകൂടെയോ? പിന്നെ വീട്ടിലേക്കുള്ള ലിസ്റ്റ് തന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ മേടിച്ചോണ്ട് വന്നേനെയല്ലോ. ഇത്രയും കാലം ആ വീടും അടുക്കളയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തോന്നിയില്ലല്ലോ. ഇനിയിപ്പോൾ തോന്നണ്ട. വലിയ വാചകം മാത്രം പോരാ. അവിടെ ഇപ്പം പാത്രങ്ങളുടെ ആവശ്യമുണ്ടോ? നിധി, ഇതിപ്പം കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ. അതെ, സാലറി കിട്ടുമ്പോൾ നേരത്തെ മേടിക്കണമെന്ന് കരുതിയതാ. പിന്നെ വീട്ടിലേക്ക് ഒരു കുട്ടിയും കൂടെ വരാൻ പോവല്ലേ. അവൾ ഈ പഴയ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട. ആ കുട്ടി വരുമ്പോൾ എല്ലാ സാധനങ്ങളും നീറ്റായ അതിനൊരു സന്തോഷമല്ലയോ? അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഈ കല്യാണം ഒരു ട്രാപ്പ് പോലെയാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ തെറ്റായ എന്തോ നടക്കാൻ പോകുന്ന തോന്നുന്നേ. ആ പെൺകുട്ടിയെ പറ്റിയും വീട്ടുകാരെ പറ്റിയും അന്വേഷിച്ചായിരുന്നോ? ഇല്ല. ആദ്യം അത് ചെയ്യ്. ആ വീടിൻ്റെയും പരിസരത്തും പോയി കാര്യം അന്വേഷിച്ചിട്ട് വാ. സുഭാഷേട്ടൻ നേരിട്ട് കണ്ടയാണെന്ന് കരുതി നമ്മൾ കാര്യം അന്വേഷിക്കാതിരിക്കണ്ട. അന്വേഷിക്കാം. സുഭാഷേട്ടൻ ഒരു പാവോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് മതി കല്യാണം. നാളെ തന്നെ നമുക്കതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ആഹാ, എത്തി. ഇറങ്ങിയില്ലേ? കമോൺ. എടാ, വിശക്കുന്നുണ്ടോ? നിനക്ക് ദോശ ഉണ്ടാക്കട്ടെ? വേണ്ട, കുറച്ച് കഴിഞ്ഞു മതി. എന്തുവാ ഇത്? കുറേ സാധനങ്ങളുണ്ടല്ലോ. നിധിയെ അടുക്കളയിലേക്കുള്ള മുഴുവനും പാത്രവും മേടിച്ച്. അതിന് പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ വളഞ്ഞതും പൊട്ടിയതും അല്ലേ? അതൊക്കെ ഇനി കളയാം. സുഭാഷേട്ടാ, ഇത് കണ്ടാലേ ഇതാ പാത്രങ്ങളൊക്കെയാണെന്ന് മനസ്സിലാകും. നികേഷേ, പാടാ കിച്ചണിലേക്ക്. നികേഷേ, ഇത് നോക്കിയടാ. ഏട്ടത്തി, ഇതെന്തായാലും കലക്കി. ഏയ്, ഇതെന്തായി ചെയ്യുന്നത്? ഇതെടുത്ത് വെക്കാൻ പോന്നു. വെക്കണം, പക്ഷെ അതിനു മുമ്പേ കഴുകി തുടച്ച് വെക്കണം. ഈ പുതിയ പാത്രങ്ങളോ? എത്ര ദിവസം പൊടി കിടന്നിയാ? ഇത് കഴുകി തുടച്ച് വെക്കണം. ഓക്കെ. നികേഷേ, സുഭാഷേട്ടാ, നമുക്കൊരു പിടി പിടിക്കാം. ആരും പിടിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴുകും. ഒറ്റയ്ക്കോ? എന്താ പറ്റത്തില്ലയോ?
അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്നാ തുടങ്ങിക്കോ. ദാ തുടയ്ക്കാനുള്ള ടൗവൽ. ആ പെൺകുട്ടിയെ ലൈൻ അടിച്ചതിന് റിവഞ്ചാണല്ലേ അമ്പടി കള്ളി. എന്താ ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനേ 1 മണിക്കൂറെങ്കിലും ആവുമെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് വേറെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. മാറി നിൽക്കങ്ങോട്ട്. അത് കഴിയുമ്പോൾ പറയണേ ഇവിടെ ഒരു പാത്രമുണ്ട്. ഡാ നീ ഇത് വിളിക്കുന്നു. ഹലോ, എന്താ വേണ്ടേ? ഇഷ്ടമുള്ള ആളുകൾ വഴക്ക് പിടിക്കും, പക്ഷെ ഫോൺ ആരാണോ കട്ട് ചെയ്തത് അവർ വിളിക്കണം. നീയാണ് കട്ട് ചെയ്തത്. നീ എന്നിട്ട് തിരിച്ചു വിളിച്ചോ? എന്തിന്? വീണ്ടും വഴക്കുണ്ടാക്കാനോ? ദേഷ്യപ്പെട്ട് നീ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നീ തിരിച്ചു വിളിക്കുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. അതറിയാമോ, ദേഷ്യം പിടിപ്പിച്ചത് നീ അല്ലയോ, ഞാനോ? അല്ലാതെ പിന്നെ ഒരു സോറി പറയാൻ പറഞ്ഞതാണോ ഇത്ര വലിയ പ്രശ്നം? അത് പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലയോ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ലവ് റിയൽ അല്ലെന്ന അർത്ഥം. റിയലാന്ന് തെളിയിക്കാൻ സോറി പറയാൻ എനിക്ക് മനസ്സില്ല. അപ്പം നിനക്ക് എന്നോട് ലവ് ഇല്ലെന്ന അർത്ഥം. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.